ഇംഗ്ലീഷ് പഠിക്കണം, ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഗ്രാമറാണ് പ്രശ്നം. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആൻഡ് ഈ ഒരു സീരീസ് മുഴുവൻ. ഗ്രാമർ ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ നോക്കാം. ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് പ്രസൻറ്റ് സിമ്പിൾ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതാണ് ബേസിക് സെൻറ്റൻസ് ഫോമാറ്റ് എന്നുള്ളത് നമ്മൾ സ്കൂളിലോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ യൂസേജിനനുസരിച്ച്, നമ്മൾ റെഫർ ചെയ്യുന്ന സിറ്റുവേഷൻസിനനുസരിച്ച്, ടൈം ലൈനിനെ ബേസ് ചെയ്ത് ഇതിൽ എന്തൊക്കെ അഡീഷൻസ് വരണം, എന്തൊക്കെ ഒഴിവാക്കണം എന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ഗ്രാമർ റൂൾസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. So we'll start with the very first one, that is present simple. Present simple ne namukku മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ആക്ഷൻ, ബി ഫോം ആൻഡ് പൊസഷൻ. ഈ മൂന്ന് സിറ്റുവേഷൻസിലാണ് നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ മെയിനായിട്ടും യൂസ് ചെയ്യേണ്ടത് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ആക്ഷൻ. അതായത് നമുക്ക് സ്ഥിരമായി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നടക്കാറുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ആക്ഷൻ ഫോം യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ത്രൂ സം സിറ്റുവേഷൻസ് വെർ യു ക്യാൻ യൂസ് ദിസ്. ദ വെരി ഫസ്റ്റ് വൺ ഇസ് ടു ടോക്ക് അബൌട്ട് എ ഹാബിറ്റ് ഓർ എ ഹോബി. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു ഹോബി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പറയാൻ നമ്മളതിനെ ഒരുപാട് കണ്ടിന്യൂസ് ഫോമിലോ കോംപ്ലെക്സ് ഗ്രാമറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ജസ്റ്റ് നീഡ് പ്രസൻറ്റ് സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ വായിക്കാറുണ്ട്. ഇതിന് ഐ ആം റീഡിങ്, ഐ ഹാവ് ബീൻ റീഡിങ്, ഇതൊന്നും വേണ്ട. ഐ റീഡ്. ഞാൻ വായിക്കാറുണ്ട്, ഐ റീഡ്. അവൻ നന്നായി ഫുട്ബോൾ കളിക്കാറുണ്ട്. ഹി പ്ലേസ് ഫുട്ബോൾ റിയലി വെൽ. ഹി പ്ലേസ് ഫുട്ബോൾ റിയലി വെൽ. അതിന് കാരണം ഹി ഓർ ഷീ വരുമ്പോൾ വേർബിൻ്റെ സിംഗുലർ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഐ റീഡ്, യു പ്ലേ ഫുട്ബോൾ റിയലി വെൽ, ബട്ട് ഹി പ്ലേസ് ഫുട്ബോൾ ഓർ ഷീ സിങ്സ്. ഹി ഓർ ഷീ വരുമ്പോൾ സിംഗുലർ ഫോമാറ്റ് യൂസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ആൻഡ് ദ സെക്കൻഡ് സിറ്റുവേഷൻ, റുട്ടീൻസ്. എവ്രി ഡേ, എവ്രി വീക്ക്, എവ്രി മന്ത്, എവ്രി ഇയർ, ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ you can use present simple. I'll give you an example for that as well. ഞാൻ രാവിലെ എഴുന്നേൽക്കാറുണ്ട്. നമ്മൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതാണല്ലേ. ഐ ആം വേക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ് വേണ്ട. ഞാൻ രാവിലെ എഴുന്നേൽക്കാറുണ്ട്. ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. ഡൺ. ആൻഡ് ദി അതർ വൺ, അവൾ എല്ലാ വർഷവും ഫോൺ മാറ്റാറുണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഷീ ചേഞ്ചസ് ഹെർ ഫോൺ എവ്രി ഇയർ. ഷീ ഓർ ഹി വരുമ്പോൾ സിംഗുലർ ഫോം യൂസ് ചെയ്യുക. അതിനെക്കുറിച്ച് മാത്രം കെയർഫുൾ ആയാൽ മതി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ടു മെൻഷൻ എ പ്രസൻറ്റ് അഡ്രസ്. ലൈക്ക് ഐ ലിവ് ഇൻ കാലിക്കറ്റ് ഓർ ഐ ലിവ് ഇൻ കൊച്ചിൻ. ഡു യു ലിവ് ഇൻ എ ഹൗസ് ഓർ എ ഫ്ലാറ്റ്? അത് IELTSൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡു യു ലിവ് ഇൻ എ ഹൗസ് ഓർ എ ഫ്ലാറ്റ്? കൂടുതൽ ആൾക്കാരും അതിന് റെസ്പോണ്ട് ചെയ്യുക ഐ ആം ലിവിങ് ഇൻ എ ഹൗസ് എന്നാണ്. വി ഡോണ്ട് നീഡ് ദാറ്റ്. ഐ ലിവ് ഇൻ എ ഹൗസ്. എല്ലാ ദിവസവും വീട്ടിൽ തന്നെ അല്ലേ. സോ ഐ ലിവ് ഇൻ എ ഹൗസ് ഇസ് ഫൈൻ. ഫോർ എ address or for referring a permanent address, you can use present simple. So the next usage is truth and fact. When you're referring a truth or talking about a universal fact, you can use present simple. Simply saying സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, sun rises in the east. അതിനെ കോംപ്ലെക്സ് ആക്കേണ്ട ആവശ്യമില്ല. പ്രസൻറ്റ് സിമ്പിൾ ഇസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, sun rises in the east. Okay, and the next one is to say or mention something like a general situation. ഇപ്പോൾ ബിരിയാണി ഇസ് വെരി ഡെലിഷ്യസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇസ് വെരി ടേസ്റ്റി. ചോക്ലേറ്റ് ഇസ് ഓൾവേസ് ടേസ്റ്റി അല്ലേ. ചോക്ലേറ്റ് ഇസ് മൈ ഫേവറേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ്സ് സംതിങ് വെരി ജനറൽ. സോ യു ക്യാൻ യൂസ് പ്രസൻറ്റ് സിമ്പിൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഡിറക്ഷൻസ്. ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ യു ജസ്റ്റ് ഹാവ് ടു യൂസ് പ്രസൻറ്റ് സിമ്പിൾ. പ്ലീസ് ലോക്ക് ദ ഡോർ. അല്ലെങ്കിൽ ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഗോ സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ മതിയാവും. Okay, so these are the 6 different situations where you can use present simple. Just go through it once again. First one, to talk about hobbies and habits. Second one, routines. Third one, to mention or refer a present address. And the fourth one, truth and fact. Next one, general situations. And the final one, to give instructions and directions. Okay, so now I'll give you some sentences, a set of sentences in Malayalam in the screen. Just pause it right here and try to convert that into English. I'll give you some time.
Okay, so I hope you did it. Now I'll show you the correct formats how to convert these sentences into English, and I hope you got all the correct answers. Even if you made some mistakes, it's absolutely fine. Just make sure that where exactly you made that mistake. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു അൺവാണ്ടഡ് ing യൂസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആസ് ഐ സെഡ് ഹീ ഷീ ഇറ്റ് ഇവിടെ അല്ലെങ്കിൽ ഒരാളുടെ പേര് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സിംഗുലർ ഫോമാണ് യൂസ് ചെയ്യുക, എസ് ഫോമാണ് യൂസ് ചെയ്യുക ഫോർ ദ വേർബ്. അത് എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഫോർ ഐ യു ദേ വി ഇതിനൊക്കെ നമുക്ക് പ്ലൂറൽ മതി, സിംഗുലർ ആവശ്യമില്ല. ഇതൊക്കെ ആയിരിക്കാം കോമൺലി വരാവുന്ന മിസ്റ്റേക്സ്. ഈവൻ ഇഫ് യു മെയ്ഡ് ദാറ്റ് മിസ്റ്റേക്സ്, ജസ്റ്റ് ഡോണ്ട് വറി, ദാറ്റ്സ് വെരി കോമൺ. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലേണിംഗ് ഫ്രം യുവർ മിസ്റ്റേക്സ്. സോ ഞാൻ വായിക്കാറുണ്ട്, ഐ റീഡ്. അപ്പോൾ ഞാൻ വായിക്കാറില്ല, ഐ ഡോണ്ട് റീഡ്. നമുക്ക് ഇൻ കേസ് പ്രസൻറ്റ് സിമ്പിളിൽ പറയേണ്ടത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഞാൻ ചെയ്യാറില്ല, നടക്കാറില്ല. നമ്മൾ പറഞ്ഞത് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നടക്കാറുണ്ട് എന്നുള്ള സിറ്റുവേഷനെ കുറിച്ചാണ്. ഇൻ കേസ് ഇഫ് യു വോണ്ട് ടു മെൻഷൻ സംതിങ് ഫ്രം ദ നെഗറ്റീവ് ആസ്പെക്ട്, യു ക്യാൻ ജസ്റ്റ് യൂസ് ഡു ഓർ ഡസ്. ഓക്കെ, സോ ഐ റീഡ്, ഐ ഡോണ്ട് റീഡ്. അതുപോലെ ഹി പ്ലേസ് ഫുട്ബോൾ എന്ന് വരുമ്പോൾ ഹി ഡസൻ പ്ലേ ഫുട്ബോൾ എന്നാവും. ഹി പ്ലേസ് വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തത് ആസ് ഐ മെൻഷൻഡ് ഏർലിയർ സിംഗുലർ ഫോമാണ് ഹി പ്ലേസ്. അത് നെഗറ്റീവ് ഫോമാറ്റിലേക്ക് വരുമ്പോൾ യു ക്യാൻ യൂസ് ഡസ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എസ് സൗണ്ട് ആൻഡ് മേക്ക് ഇറ്റ് ഹി ഡസൻ പ്ലേ ഫുട്ബോൾ. എസ് ഡസ് ആവും. യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ ഇറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ ഇനി അത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് മാറ്റണമെന്ന് വിചാരിക്കാം. ഞാൻ ചെയ്യാറുണ്ട്, ഐ റീഡ്. ഞാൻ ചെയ്യാറില്ല, ഐ ഡോണ്ട് റീഡ്. ഇനി നീ വായിക്കാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടെങ്കിൽ ഡു യു റീഡ്. നീ വായിക്കാറില്ലേ, ഡോണ്ട് യു റീഡ്. സിമ്പിൾ ആസ് ദാറ്റ്. ഇതെല്ലാം നമുക്ക് പ്രസൻറ്റ് സിമ്പിളിൽ തന്നെ ഡിഫറെൻറ്റ് ഫോമാറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന സെൻറ്റൻസസ് ആണ്. ഐ ജസ്റ്റ് വാക്ക് യു ത്രൂ ഇറ്റ് അഗെയിൻ. ഞാൻ വായിക്കാറുണ്ട്, ഐ റീഡ്. ഞാൻ വായിക്കാറില്ല, ഐ ഡോണ്ട് റീഡ്. നീ വായിക്കാറുണ്ടോ, ഡു യു റീഡ്. നീ വായിക്കാറില്ലേ, ഡോണ്ട് യു റീഡ്. Clear? I hope it's clear. So that's our first set of sentences from the action section, and I'll give you some more sentences from the same format using do or does. Try to convert that into English. You can pause it right here. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ആക്ഷൻ ഫോമാറ്റ് ആണെങ്കിൽ now let's move into be state. ബീയിങ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്. നമ്മളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ പറയാനാണ് ഈ കൈൻഡ് ഓഫ് ഫോമാറ്റ്സ് യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ടു റെഫർ ക്വാളിറ്റി, ലൈക്ക് ഷീ ഈസ് പ്രിറ്റി, ഓർ ക്വാളിഫിക്കേഷൻ, ഐ എം എ BSc ഗ്രാജുവേറ്റ്. പ്രൊഫഷൻ, ഐ എം എ ലാംഗ്വേജ് ട്രെയിനർ. ടൈം, ഇറ്റ് ഈസ് 12:30 now. പ്ലേസ്, ഐ എം ഇൻ കാലിക്കറ്റ് റൈറ്റ് now. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന സം സിറ്റുവേഷൻസ്. ഐ വിൽ ഗിവ് യു സം മോർ എക്സാമ്പിൾസ്, ബട്ട് ദ ബേസിക് ഫോമാറ്റ് വി യൂസ് ഹിയർ ഇസ് സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ് ഓർ ആർ വിത്ത് ദി ഒബ്ജക്റ്റ്. ആം, ഈസ്, ആർ മൂന്നും സെയിം മീനിങ് ആണ്. അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് ആണ് നമ്മളിത് മാറ്റുന്നത്. ഐ ആണെങ്കിൽ ആം, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ്, ലൈക്ക് ഹീ ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ് ഇതൊക്കെ വരും. ആൻഡ് ആർ യൂസ് ചെയ്യുന്നത് ഫോർ പ്ലൂറൽ സബ്ജക്റ്റ്. മീനിങ് സെയിം ആണ്. അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് നമ്മളിത് മാറ്റിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, so I'll give you some more example sentences in the frame. You can just pause it right here and just look through it. Try to convert that into English. Along with that, I'll give you some more examples, like ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഫോമാറ്റിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു എന്നുള്ളതും കൂടെ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒന്ന് നോക്കിപ്പോവാം. ആസ് ഐ സെഡ്, ഐ എം എ ടീച്ചർ അല്ലെങ്കിൽ ഐ എം എ ലാംഗ്വേജ് ട്രെയിനർ. ഞാനൊരു ലാംഗ്വേജ് ട്രെയിനർ അല്ലെങ്കിൽ ഐ എം നോട്ട് എ ലാംഗ്വേജ് ട്രെയിനർ ഓർ ഐ എം നോട്ട് എ ലാംഗ്വേജ് എക്സ്പേർട്ട് എന്ന് പറയാം. താനൊരു ടീച്ചർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആർ യു എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണോ, ആം ഐ എ ടീച്ചർ. ഞാനൊരു ടീച്ചർ അല്ലേ, ആൻറ്റ് ഐ എ ടീച്ചർ. ഇങ്ങനെ മാറ്റിയാൽ മതി. ഐ ആം എന്നുള്ളത് നെഗറ്റീവ് ഫോമാറ്റിലേക്ക് വരുമ്പോൾ മാത്രം ആർൻറ്റ്, ആർ നോട്ട് എന്ന് വരും കേട്ടോ. അവിടെ മാത്രമേ ആ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ റൂള് തന്നെയാണ്. ഐ വിത്ത് ആം, സിംഗുലർ സബ്ജക്റ്റ് വിത്ത് ഈസ് ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് വിത്ത് ആർ. So now you have some similar set of questions in Malayalam on the screen. Just take a pause here and try to convert those into English. So the last section in present simple is to mention possession or ഉടമസ്ഥത. എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട് അല്ലെങ്കിൽ അത് എൻ്റെയാണ് എന്ന് പറയാൻ നമുക്ക് present simple യൂസ് ചെയ്യാം. So the basic sentence construction for this kind of sentences is subject
പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ഒബ്ജക്റ്റ്. ഹാസ് ഓർ ഹാവിനും സിമിലർ മീനിങ് ആണ്, ബട്ട് അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് നമ്മളത് മാറി മാറി യൂസ് ചെയ്യും. സോ ഫോർ പ്ലൂറൽ സബ്ജക്റ്റ് ലൈക്ക് ദേ, വി, ഐ, യു നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുക. ദേ ഹാവ്, യു ഹാവ്, ഐ ഹാവ്, വി ഹാവ്. ഓക്കെ, ആൻഡ് സിംഗുലർ സബ്ജക്ട്സ് ആണെങ്കിൽ സച്ച് ആസ് ഹീ, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെയാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ, അവരുടെ പേരാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ വി യൂസ് ഹാസ്. ഇറ്റ് ഹാസ്, ഷീ ഹാസ്, ഹീ ഹാസ് ഓർ ജോൺ ഹാസ്. ഓക്കെ, സോ ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. അവൾക്കൊരു ജോലിയുണ്ട്, ഷീ ഹാസ് എ ജോബ്. ഇനി അവൾക്ക് ജോലി ഇല്ല എന്നാണെങ്കിൽ ഷീ ഡസൻറ്റ് ഹാവ് എ ജോബ്. ഓക്കെ, നമ്മൾ ഡു ഓർ ഡസ് വെച്ചിട്ട് ഫോം ചെയ്യും. ഡസ് മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഹാസ് വെക്കേണ്ട, ഹാവ് മതി. ഷീ ഡസൻറ്റ് ഹാവ് എ ജോബ്. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവായി ഇനി ഇതിനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് മാറ്റാം. എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ് എ കാർ. എനിക്കൊരു കാർ ഇല്ല, ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടോ, ഡു ഐ ഹാവ് എ കാർ. എനിക്ക് കാർ ഇല്ലേ, ഡോണ്ട് ഐ ഹാവ് എ കാർ. ഇനി അവൾക്ക് ജോലി ഇല്ലേന്നാണെങ്കിൽ ജസ്റ്റ് തിങ്ക്, ഡസൻറ്റ് ഷീ ഹാവ് എ ജോബ്. അതുപോലെ. Okay, so now I'll give you similar set of sentences in the frame. Try to convert that into English. So now I have also added all the answers on the screen. You can have a look. And present simple na taran pattunnadil ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമേ ഞാനിവിടെ തന്നിട്ടുള്ളൂ. ഇഫ് യു വോണ്ട് ടു നോ മോർ, ഗ്രാമർ കൂടുതലായി പഠിക്കണം, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ ഗ്രാമർ റൂൾസ് മാത്രം പഠിച്ചാൽ പോരാ, അത് റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ദാറ്റ് യു ക്യാൻ ചൂസ് ആ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ്. ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി ഈസിലി നമുക്ക് ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. ആൻഡ് ഗ്രാമർ റിലേറ്റഡ് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സ്റ്റേ tuned. English House. English at your fingertips.